ഹലോ ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്നാണെന്നറിയാമോ? ക്യാരറ്റും മാങ്ങായും കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാം. കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോണൊക്കെ ഒരു അച്ചാർ, മുളക് പൊടി ഇല്ലാതെ അധികം എരിവില്ലാതെ ഒരു നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു അച്ചാർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാമേ. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവായും കൂടി ഇട്ട് വറുത്ത് പൊടിക്കാൻ പോവാം ആദ്യമേ. ഒരു സ്പൂണ് കടുകിട്ട് ഒരു സ്പൂൺ ഉലുവായിട്ടു. ഇത് ശരിക്കൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ കടുകും ഉലുവായും കൂടെ വറുത്ത് വെച്ചു. ഇനി അതിൻ്റെ ചൂടൊന്ന് കുറയുമ്പം പൊടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പാനിനകത്തോട്ട് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവായും ഇടുകയാണ്. ഉലുവായിട്ടു കടുക് പൊട്ടി. ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതിൻ്റെ കൂടെ വെളുത്തുള്ളി. എളുപ്പമായ ഇത്, അതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ ഏത് കല്യാണത്തിന് എന്നാലും കിട്ടുമല്ലോ ക്യാരറ്റും മാങ്ങയും അച്ചാർ. നല്ല പിള്ളേർക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്. അത് കാരണം മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും അറിയാവുന്നതാ, പിന്നെ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ എല്ലാ അമ്മമാർക്കും അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കണ്ട ഒരുമാതിരി മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇടുകയാണ്. അവരവരെടുക്കുന്ന മാങ്ങയുടെയും ക്യാരറ്റിൻ്റെയും അളവനുസരിച്ച് വേണം എല്ലാം എടുക്കാൻ. ഞാനിപ്പോൾ ആകെ 2 മാങ്ങായേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് എടുക്കുക. ഈ മാങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഒന്നും മയം വന്നൊരു സോഫ്റ്റ് ആകാൻ വേണ്ടി. ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിരിക്കുകയെങ്കിൽ അച്ചാറിട്ട് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ. അതിന് ഉപ്പിട്ട് വെച്ചിരുന്നു. ഉപ്പിൻ്റെ ഇതിൻ്റെ മാങ്ങയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുകൂടി ഇതിനകത്ത് ഇടാനാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടുക കേട്ടോ. ഒന്ന് 5 മിനിറ്റ് ഒന്ന് ഇളക്കി വഴഞ്ഞിട്ട് എന്നിട്ട് പിന്നെ വേണം മാങ്ങ ഇടാൻ. ക്യാരറ്റ് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെക്കുകയാണ്. കാരണം അതൊന്ന് ഇത് കറ ഇരിക്കുമല്ലോ, അപ്പോൾ ഒരു മയം വരണമല്ലോ. അതിന് വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മാങ്ങ ഇടാൻ. അതവിടെ ക്യാരറ്റൊക്കെ ഒരുമാതിരി പകുതി വേവായി കേട്ടോ. മുഴുവൻ വേവിക്കത്തില്ല, പകുതി വേവ്. ഇനിയിപ്പോൾ എണ്ണ കിടന്നത് വഴന്ന് ബാക്കിയും കൂടെ ശരിയായിക്കോളും. മാങ്ങ പിന്നെ അങ്ങനെ വേകാനില്ലല്ലോ. ഇനി കറിവേപ്പില ഇട്ടു. കറിവേപ്പില ആദ്യം ഇടാൻ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടപ്പോൾ ഇടാൻ മറന്നു പോയതാ. ഇപ്പം ആ കറിവേപ്പിലയും കൂടെ ഇട്ടു. എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ ഇതിനകത്തിട്ട് കനച്ച് പോകും. ഇനി മാങ്ങ ഇന്നലെ അരിഞ്ഞ് ഉപ്പിനകത്തിട്ട് വെച്ചിരിക്കുകയാണ്. മാങ്ങയും കൂടി ഇടുക. മാങ്ങ ഇട്ടാൽ പിന്നെ മാങ്ങ ഒത്തിരി വേകേണ്ട ആവശ്യമില്ലല്ലോ. മേടിച്ച ഉപ്പിലിട്ട്
ഇപ്പം മാങ്ങയുടെ നെല്ലിക്കായുടെ ഒക്കെ സീസണാണല്ലോ, ഇഷ്ടം പോലെയാണ് വിൽക്കുന്നത്, വില കുറവാണ്. 1.5 കിലോ 100 രൂപ എന്ന് പറഞ്ഞൊക്കെ വിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വില കുറച്ച് കിട്ടുന്ന സമയത്ത്, ഇതിൻ്റെ സീസൺ സമയത്ത് നമ്മൾ നെല്ലിക്കായും മാങ്ങായും ഒക്കെ വാങ്ങിച്ച് ഉപ്പിനകത്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. കയറി ഇറങ്ങി അത് ഓരോന്ന് കഴിച്ചുകൊണ്ട് നടക്കാം. ഞാൻ അതിന് വേണ്ടി കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട് ഉപ്പിലിടാൻ വേണ്ടി. അത് പിന്നെ കാണിക്കാമേ. ഇതിപ്പോൾ കണ്ട നമ്മുടെ മാങ്ങായും ക്യാരറ്റും ഒക്കെ റെഡിയായി. ഇനി ഇതിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു. മാങ്ങയ്ക്ക് ഉപ്പുള്ളതായിരുന്നു, ഇനി ക്യാരറ്റിന് ഉപ്പ് വേണമല്ലോ, എന്നാലും കുറച്ച് ഉപ്പ് കൂടെ ഇടുക. കുട്ടികൾക്കൊക്കെ പൊതി കൊടുത്ത് വിടാൻ നേരം നല്ലതാണല്ലോ. ഈ അച്ചാറയിൽ ഇച്ചിരി ഇരിക്കുകയാണെന്നൊരു പെട്ടെന്ന് ഇച്ചിരി പൊതിയൊക്കെ കൊടുത്ത് വിടുവോ എന്തെങ്കിലും ചെയ്യാമല്ലോ. എരിവില്ലാത്തതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഉപ്പും കൂടി ഇട്ട് ഇതിനെല്ലാം ഒന്ന് അടച്ചു വെക്കട്ടെ. ക്യാരറ്റും മാങ്ങായും ഒക്കെ കണ്ട നല്ല റെഡിയായി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇത് പൊടിച്ചു വെച്ചല്ലോ, കടുകും ഉലുവായും കൂടെ പൊടിച്ചു വെച്ചത് 1 ടീസ്പൂൺ ഇടുകയാണ്. മാങ്ങ വെന്ത് പോകല്ലേ, വെന്ത് പോയാൽ പിന്നെ അതൊരു രസമില്ല. ഇത് കായപ്പൊടി ഇട്ടില്ല കേട്ടോ, കായപ്പൊടി ഇടുക. ഒരു ടീസ്പൂൺ. അവിടെ പിന്നെ വിനാഗിരി ഒഴിക്കാൻ പോകുന്നത്. വിനാഗിരി കപ്പിനൊരു 3/4 കപ്പ് എടുത്തു. കഴിഞ്ഞു, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ക്യാരറ്റ് അച്ചാറ് റെഡി. ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളായ പരിപാടിയാണ്. കൂട്ടാനും നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാം. പിന്നെ അറിയാൻ വയ്യാത്ത ഇപ്പോഴൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, റെഡി.